സ്റ്റോറി ചാടി ഇപ്പോൾ ഭാഗ്യത്തിന് ഒന്നും പറ്റാതെ രക്ഷപ്പെട്ടു. വൈദ്യുതി നല്ല തണുവല്ലേ ഒന്നും പറ്റിയിട്ട് ഭാഗ്യത്തിന്. അപ്പോൾ ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടേ വേറെ സ്ഥലത്തൊക്കെ പോയി ഓരോന്ന് കാണാൻ പോകും. ഹലോ ഗൈസ്, അപ്പൊ ഇവിടെ എവിടെയോ ആണ് സംഭവം. നിന്റെ സൈക്കിൾ എവിടെയാ? എവിടെയാ വെച്ചണേ? അയ്യോ, സൈക്കിള് വാ, നീ ഇത് കൂടെ കയറി നടക്കാം. അങ്ങോട്ട് കിടക്കടാ, അങ്ങോട്ട് കിടക്ക്. കുഞ്ഞു കിടന്ന നീ അത് അപ്പുറത്തെ കൂടെ വരണേ സുഖമായിട്ട് വരാനുണ്ടോ? ഓക്കെ. അതിൻ്റെ ഉള്ളിൽ കൂടെ കിടക്ക്. ആ കിടക്ക്. ഈ സ്ഥലത്തേക്ക് വന്നപ്പോൾ ഞാൻ എൻ്റെ പഴയ കുട്ടിക്കാലമാണ് ഓർമ്മ വന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലം, ഈ ഏരിയ മൊത്തം ഗ്രൗണ്ടായിരുന്നു. ഞങ്ങൾ ക്രിക്കറ്റും ഫുട്ബോളും കളിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അന്ന്. നല്ല ആർമാദായിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സംരക്ഷിത വനത്തിലേക്ക് വന്നപ്പോൾ സംഭവം ഇവിടെ തൈകളൊക്കെ വെച്ച് പിന്നെ ഇങ്ങോട്ട് കടക്കാൻ പറ്റാത്തൊരു അവസ്ഥയായി മാറി. നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ചില കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ അത് നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം നൽകും. ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കുട്ടിക്കാലത്ത് വന്ന് മേഞ്ഞ സ്ഥലമാണ്. പക്ഷെ അന്നൊന്നും ഇതൊരു ചെറിയൊരു അരുവി ആയിരുന്നു. എന്തായാലും ഇത് ഇങ്ങനെ കെട്ടി ഇതൊരു ചെറിയൊരു തടയണ ആക്കി തീർത്ത ആ സംഘാടക മികവിന് ഒരു നന്ദി ഞാൻ ഈ നിമിഷം പറയണം. കാരണം പൊളി സംഭവമാണ് എൻ്റെ ഇഷ്ടം. വണ്ടി ഇവിടെ കൊറേ ആയിട്ട് വെച്ച് വെള്ളം പോയി. നോക്കി വാ. വെള്ളം. 1 2  3  4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 152 153 154 155 156 157
നല്ല ആളൊക്കെ ഉണ്ട് തോന്നുന്നു. എന്തായാലും ഒന്നും പറ്റില്ലെങ്കിൽ കയറുമ്പോ പിടിച്ചോളൂട്ടാ. ഇത് കയറ് വച്ചിട്ടുണ്ട് രക്ഷപ്പെടാനായിട്ട്. എന്തായാലും ചാടി നോക്കണം കേട്ടാ. ഹലോ ജയ്. പറയാൻ പറ്റണല്ലേ, ആച്ചാടി ഇവിടേക്ക് നീങ്ങിയിരുന്നോ? നല്ല തണവുണ്ട്. നല്ല തണവ്. നല്ല തണവുണ്ട്. നമ്മളിപ്പോ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കയറിയിരിക്കുന്ന വഴിയുണ്ട്. ഞാനൊന്ന് വട്ടത്തിൽ നീന്തി വരാം. ഓക്കെ, ഒന്ന് നോക്കണം. കേറിയിരിക്കട്ടെ അച്ഛമ്മ, ഇത് പേടിയാ. സത്യം പറഞ്ഞാൽ കാടിന്റെ ഉള്ളില് ഒരു സ്വിമ്മിംഗ് പൂള് പണിത ഒരു ഫീലാണ്. എന്തായാലും അടിപൊളി സ്ഥലം. പിന്നെ ഒരു കാര്യം കേട്ടാ, നീന്തൽ അറിയണം. എൻ്റെ ഇഷ്ടം നീന്തൽ അറിഞ്ഞില്ലെങ്കിലേ പണി കിട്ടും. സംഭവം 3 ആൾക്കുള്ള വെള്ളമുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങൾക്കൊക്കെ ഒന്ന് വെള്ളം കുടിക്കാനും പിന്നെ താഴത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് കിണറുകളിൽ വെള്ളം നിലനിൽക്കാനും വേണ്ടിയിട്ടാണ് ഈ തടയണ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് പിള്ളേർക്കൊരു എൻജോയ്മെന്റ് നൽകുന്നൊരു ഇടം. പക്ഷേ എന്തായാലും എൻജോയ്മെന്റ് ഒക്കെ കൊള്ളാം. പക്ഷേ ആപത്താണ്. കാര്യം വെള്ളമാണ്. അത്രയും താഴ്ത്തത് വേണമെങ്കിൽ പിടിച്ചിറങ്ങി നിക്കാം. എനിക്ക് തന്നെ അത് ഈ പാറ എടുത്ത് കുഴിയായതാണോ? പണ്ടത്തെ ചെറിയൊരു പാറയാണോ? അപ്പൊ പാറ മാറ്റി തന്നിട്ട് നമുക്കത് ഇവിടെ നിന്ന് വല്ല ഫോട്ടോസ് എടുത്തിട്ട് പോവാം. കേറി നിന്ന് കേറല്ലേ. എന്തേലും പിള്ളേരുകള് ഈ തടയണ ഇതിലത്തെ വെള്ളം ഒക്കെ കലക്കി മറിക്കാനുള്ള എല്ലാ പരിപാടിയും ഉണ്ട്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ആർമാദാണത്. ഞങ്ങളല്പം ശാന്തമായി ഒന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോഴാണ് ഇവന്മാരുടെ കലവിലും ആകെ ഒരു ബഹളം മയം. എടാ മോനെ, എങ്ങനെയുണ്ടാ? അയ്യോ കണ്ടില്ലല്ലോ. വെള്ളത്തിൽ തീമറുത്ത് പൊള്ളിക്കാണ് പിള്ളേർ ഇതൊക്കെ. എന്തായാലും ആ പിള്ളേരുടെ നീരാട്ട് കണ്ടു കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഇത് ഇപ്പുറത്ത് മാറി വലിയ വെള്ളം കാൽമുട്ടത്തിനൊപ്പമുള്ള വെള്ളം. അപ്പോൾ പുള്ളിക്കാരന് അവിടത്തോളം വരെ ഒന്ന്
വരണമെന്നൊരു ആഗ്രഹം. അപ്പോൾ ചെറുതായിട്ടൊന്ന് നടന്നു നോക്കിയതാണ്. എന്തേലും ഞങ്ങൾ ഇനി പോകാനുള്ള ഒരു പരിപാടിയാണ്. അതിന് മുന്നേ കുറച്ച് ഫോട്ടോ എടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ എന്ന് ചോദിച്ചിട്ട് ഒരു 2-3 ഫോട്ടോകൾക്ക് ഞങ്ങൾ സമയം കണ്ടെത്തി. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ചിലപ്പോൾ നമ്മുടെ കൺമുന്നിലുണ്ടാവും, പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാറില്ല. ഞങ്ങളുടെ കൊച്ചു സന്തോഷത്തിൽ കൂടെ പോന്ന നിങ്ങൾക്കും എൻ്റെ സ്നേഹത്തിൽ പൊതിഞ്ഞ 100,000 നന്ദി.